ഏതായാലും യവന്മാരെ വെറുതെ വിടാൻ ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുകയില്ല. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം രീതിയിൽ ചെയ്യും. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആ ക്രിമിനലുകൾ ഏത് രീതിയിലാണ് തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരിക്കും ഈ കൊന്ന SOBയുടെ മറ്റേ നാളെ തോളി കൈയിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞുള്ള 3-4 അവർ കിട്ടാത്ത ഒരു സംഭവത്തിലും വർഷങ്ങളോളം കഴിഞ്ഞിട്ടുള്ള കേസുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് കാണും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റേ ഡീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ മോൻ്റെ അഴിച്ചുകൊണ്ട് പോകും, അത് അഴിച്ചുകൊണ്ട് പോകും, ഇത് അഴിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കയ്യിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI മണി പറഞ്ഞെന്നൊക്കെ പറഞ്ഞതിൽ എൻ്റെ മകൻ്റെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയതേ ഉള്ളൂ. കോളേജിൽ നിന്ന് കൊണ്ടുപോയ സമയത്ത് അവിടെ എത്തിയില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വൈത്തിരി പോലീസിലെ മണി പറയുക, ഇത് ആത്മഹത്യയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് എൻ്റെ ബന്ധുക്കളോട് പറയുക. അപ്പോഴും നമ്മൾ അറിഞ്ഞത് ഈ വൈത്തിരി പോലീസിൻ്റെ മണി അവിടെ പോയിട്ടില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, അവിടെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടിട്ടില്ല, അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഈ ബോഡി മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്ന ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിപ്പോഴും സോളിഡ് ആയിട്ടുള്ള എവിഡൻസാണ്. അവിടെ വെച്ചാൽ എൻ്റെ ബന്ധുക്കളോട് പറയുന്നത് ഇത് ഹാങ് ചെയ്തതാണ്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ. അതിൽ വെച്ച് തന്നെയാണ് അത് തന്നെയാണ് ദൈവത്തിൻ്റെ കൈ. അതിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. അദ്ദേഹത്തിനെ പിടിച്ച് ചോദ്യം ചെയ്യും. ചിലപ്പോൾ CBI ചോദ്യം ചെയ്യില്ലായിരിക്കും. ചോദ്യം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിൻ്റെ ട്രാക്കിൽ ഞാൻ പോകും. അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതെങ്ങനെ സംഭവിച്ചെന്ന്. വൈത്തിരി മണിക്ക് അറിയാം കറക്റ്റായിട്ട്. അതെ, കാര്യം എന്നാൽ CBIയുടെ അന്വേഷണത്തിൻ്റെ പുരോഗതി നമുക്കറിയാമല്ലോ. ഒരിക്കലും അവർ നമ്മളോട് പറയില്ല. അത് നിങ്ങൾക്കും അറിയാമെന്ന് തോന്നുന്നു. അത് കാര്യം നിങ്ങൾ എവിടെ അവർ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ എവിടെയായി ഏതായി അവരൊരിക്കലും നമ്മളോട് പറയില്ല. നമ്മൾക്കത് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റില്ല. പക്ഷേ അറിയുന്നിടത്തോളം കാര്യം നല്ല രീതിയിലാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മളൊരു പോലീസ് അന്വേഷണമാണെങ്കിൽ ചിലപ്പോൾ അന്വേഷിക്കാമായിരിക്കും, എന്തോ ആയി സാറേ അല്ലെങ്കിൽ കാര്യമുള്ള. പക്ഷേ CBI എന്നുള്ള ഒരിക്കലും അങ്ങനെ അന്വേഷിച്ച് അവർ പറയാമെന്നുണ്ടെങ്കിൽ CBIയും പോലീസുമായിട്ട് വ്യത്യാസമില്ലല്ലോ. അതിനാൽ അവർക്കെല്ലാം അന്വേഷിക്കുന്ന കാര്യങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ ട്രാക്ക് മാറിപ്പോകും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇത് CBI അന്വേഷിക്കുന്നതിന് മുമ്പേ തന്നെ എന്നോട് പലരും പറഞ്ഞു, CBIന് മുമ്പേ നമുക്ക് ക്രൈംബ്രാഞ്ചിൽ പോകാം, അവിടെ പോകാം, നോക്ക്, അത്രയ്ക്കും വലിയ പോകേണ്ട കാര്യമില്ലല്ലോ, CBIക്കൊക്കെ പോകണ ഒരുപാട് പാടല്ലോ. നമ്മൾ അങ്ങനെ ശ്രമിച്ചു. അപ്പം പിന്നെ ക്രൈംബ്രാഞ്ചാണെങ്കിൽ നമുക്ക് അന്വേഷണ പുരോഗതി അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ പോകാത്ത ഏറ്റവും നല്ലതായി എനിക്ക് തോന്നുന്നു. കാര്യം ഞാനിപ്പോൾ കണ്ടല്ലോ, ഞാൻ കുറ്റം പറയല്ല, ക്രൈംബ്രാഞ്ചിൻ്റെ കൂടെയാണ് മറ്റേ ഗുണ്ടേരെയും മറ്റേ അടുത്ത് കൈ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരിക്കും ഈ കൊന്ന SOBയുടെ മറ്റേ നാളെ തോളി കൈയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുണ്ടയുടെ കയ്യിൽ തോളി കൈകൊണ്ടിരിക്കുന്ന മാതിരി. അതുകൊണ്ട് പോകാത്ത അത് നന്നായി. ഞാൻ കേസ് അന്വേഷണം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് വേണ്ടെന്ന് ഞാൻ മതിയാക്കി CBIയിലോട്ട് പോയത് അതാണ്. പിന്നെ അവരോട് കൂടുതൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാര്യം എന്നാൽ ചിലപ്പോൾ കോടതിയിലോട്ട് പോകുമ്പോഴോ മറ്റേ കാണാൻ പറ്റുമെന്നേ ഉള്ളൂ. നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാനോ സാർ എന്തായി പോയ കേസെന്നോ അതൊരിക്കലും അവർ പറയില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് ചോദിക്കും, വന്നേക്കും. അതെ, അതാണ് അതും അറിയില്ല. അത് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടില്ലേ, എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്തിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ അക്ഷയ് മണി സംരക്ഷിച്ച അക്ഷയ്, ആ ബിൻസിയ, അവരെല്ലാവരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. അപ്പോൾ CBI എന്ന് പറഞ്ഞത് ഇപ്പോൾ അവർ കണ്ടില്ലേ കേട്ടില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ലിസ്റ്റിൽ കാണുമായിരിക്കും, ഹിറ്റ് ലിസ്റ്റിലോ കാര്യങ്ങൾ കാണുമായിരിക്കും, നമുക്കറിയില്ല. കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവർക്ക് ഒരിക്കലും അവരെ തുറന്നു വിടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള തുറന്നു വിട്ട്, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഉപാധികളോട് തുറന്നു വിട്ടു. നിയമത്തിൽ ശരിയാണ്, ഉപാധികളോട് തുറന്നു വിട്ട് കാണും. സ്റ്റേറ്റ് വിട്ട് പോകല് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വിട്ട് പോകല് എന്നൊക്കെ പറയും, ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ വിരൽത്തുമ്പിൽ നിന്നിട്ട് അകത്ത് നിന്നിട്ട് ലോകം മൊത്തവും കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു റൂമിലിരുന്നാൽ മതി, എന്ത് വേണം ചെയ്യാം. അവനൊരു കാര്യം ഡിസ്ട്രിക്റ്റ് വിട്ടു പോകേണ്ട കാര്യമില്ല, ജില്ല വിട്ടു പോകേണ്ട കാര്യമില്ല. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആ ക്രിമിനലുകൾ ഏത് രീതിയിലാണ് തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. ഇപ്പം കോടതിക്ക് അത് സ്റ്റേഷനകത്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ മൊബൈൽ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു മൊബൈലും ഒരു റൂമും ഉണ്ടെങ്കിൽ ലോകം നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡിസ്ട്രിക്റ്റ് വിട്ട് പോകാൻ പറ്റില്ല. അവനെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. അവൻ ചെയ്യും. ക്രിമിനൽ മൈൻഡ് അങ്ങനെയാണ്. ക്രിമിനൽ അതേ രീതിയിൽ തന്നെ പോവുള്ളൂ. അപ്പോൾ അത് തന്നെ ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ബാക്കിയുള്ള ഇത്രയും കോളേജുകളുണ്ട്, അവിടെയുള്ള അകത്ത് ഉടഞ്ഞു കിടക്കുന്ന ഈ കോളേജുകൾക്ക് ആ ഒരു ക്രിമിനലുകളും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരും. ഇത്രയല്ലേ സംഭവിക്കാറുള്ളൂ. അടുത്ത റാഗിങ് ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് നിന്ന് വന്നേയിരിക്കും, ഇപ്പോൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയല്ലേ സംഭവിക്കാറുള്ളൂ.
അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇതുപോലെ ഒരു ദുരന്തം ഒരിക്കലും വരാതിരിക്കട്ടെ. ഇല്ല, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം ഇത് അറിഞ്ഞേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ അഡ്വക്കേറ്റൊക്കെ ചിന്തിച്ചിട്ടേ ആവുള്ളൂ. ഏതായാലും യവന്മാരെ വെറുതെ വിടാൻ ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുകയില്ല. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം രീതി നമ്മൾ ചെയ്യും.